അങ്ങനെ മുണ്ടക്കയത്ത് നിന്ന് നേരെ വണ്ടി എടുത്തു. നേരെ കുട്ടിക്കാനം പിടിക്കാൻ ഓർത്തു. വളഞ്ഞെങ്ങാനും ചെന്നൊരു ചായ കുടിക്കാനാണ് കുമാരുടെ പ്ലാന്. മുണ്ടക്കയം കഴിഞ്ഞ് 35 മൈൽ എത്തിയപ്പോൾ തന്നെ മഴയുടെ ശക്തി അങ്ങ് കൂടി. നല്ല അടിപൊളി മഴ, അതിന്റെ കൂടെ മഞ്ഞും തണുപ്പും. എന്തായാലും വണ്ടി മുന്നോട്ട് തന്നെ. അങ്ങനെ പെരുവന്താനം എത്താറായപ്പോഴത്തേക്കും മഴയുടെ ശക്തിയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു. പെരുവന്താനം കഴിഞ്ഞപ്പോൾ മുതൽ മഴ പിന്നെയും പെയ്യാൻ തുടങ്ങി. അത് നല്ല ശക്തിയായിട്ട് തന്നെ. മഞ്ഞും കയറി, നല്ല കോട. അങ്ങനെ കോടമഞ്ഞും മഴയും ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോയി. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലെയുള്ള യാത്ര വളരെ സൂക്ഷിച്ചു തന്നെയാണ് വേണ്ടത്. റോഡിന് വീതി കുറവുമുണ്ട്, അതുപോലെ തന്നെ വളവുകൾ കൂടുതലുമാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് മഴയുടെ ശക്തി കൂടിക്കൂടി തന്നെ വന്നുകൊണ്ടിരുന്നു. പോകുന്ന വഴിയുടെ ഒരു സൈഡിൽ മണ്ണിടിഞ്ഞു വീണതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഇത് സാധാരണമാണ്. അങ്ങനെ മുറിഞ്ഞുമുഴം കഴിഞ്ഞ് ഞങ്ങളിത് വളഞ്ഞെങ്ങാനത്തിൻ്റെ അടുത്ത് എത്താറായി. എന്തായാലും മഴയ്ക്കൊരു കുറവുമില്ല. അങ്ങനെ വളഞ്ഞെങ്ങാനം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അതുപോലെ തന്നെ നല്ല മഴയും. പിന്നെ അവിടെ നിർത്തി ചായ കുടിക്കുക എന്നുള്ള പ്ലാൻ ഞങ്ങൾ മാറ്റി. അവിടുന്ന് നേരെ കുട്ടിക്കാനം പോകാമെന്നുള്ളൊരു പ്ലാനിലോട്ടായി. എപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്നാലും നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തി കുറച്ചു നേരം അവിടെ ഇറങ്ങി നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടേ പോകാറുള്ളായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും പ്ലാൻ നമ്മൾ നേരെ മാറ്റിയേക്കുക. നേരെ കുട്ടിക്കാനം പോകാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കുട്ടിക്കാനം ചെല്ലുമ്പോൾ എന്താവുമെന്ന് കണ്ടറിയേണ്ടി വരും. പ്ലാൻ ഇനി എന്തൊക്കെ മാറുമോ എന്തോ. അങ്ങനെ വണ്ടിയിലിരുന്ന് വളഞ്ഞെങ്ങാനത്തെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നേരെ കുട്ടിക്കാനത്തോട്ട് വിട്ടു. എന്തായാലും കാലാവസ്ഥ കണ്ടിട്ട് മഴ മാറുന്നൊരു ലക്ഷണവും ഇല്ല. അങ്ങനെ കുട്ടിക്കാനം ടൗൺ എത്തി. ടൗണിൽ നിന്ന് നേരെ ലെഫ്റ്റ് പിടിച്ചോളാൻ പറഞ്ഞു. ഏലപ്പാറ റൂട്ട് കയറുന്നിടത്ത് ഒരു ചായക്കട ഉണ്ട്, നൈസാന്ന് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ചു. മഴയും മഞ്ഞും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ റോഡിൽ കൂടെയുള്ള യാത്ര അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ റൂട്ടിൽ ഒരു 1-2 കിലോമീറ്റർ മാറിയാണ് നമ്മൾ ഇന്ന് പോകുന്ന ചായക്കട ഉള്ളത്. അങ്ങനെ നമ്മുടെ ചായക്കടയുടെ സ്പോട്ടെത്തി. വണ്ടി നിർത്തിയതും ഇവന്മാരെല്ലാം കൂടെ ഇറങ്ങി നേരെ കടയിലോട്ട് ചെന്നു. ആദ്യം കണ്ടത് തന്നെ പഴംപൊരി. എന്നാൽ പിന്നെ അതിൽ പിടിച്ചങ്ങ് തുടങ്ങാന്നായി. നല്ല ചൂടുള്ള കിടിലം പഴംപൊരി തന്നെ. എന്നാൽ പിന്നെ അതൊരെണ്ണം വാങ്ങി കഴിച്ചേക്കാന്ന് വെച്ചു. അങ്ങനെ പഴംപൊരിയും കഴിച്ച് ചായക്ക് ഓർഡറും കൊടുത്ത് അവിടെ അങ്ങനെ നിന്നു. ഉടനെ എങ്ങാനും ചായ വന്നാൽ മതിയായിരുന്നു, അല്ല ഇനിയും പഴംപൊരിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതിനുണ്ട് അങ്ങനെ KSRTCയുടെ പോക്കും കണ്ട് പഴംപൊരിയും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ചായ ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് ബാക്കിയാകാം. അങ്ങനെ നമ്മുടെ ചായ കൈ കിട്ടി. തൊട്ട് ഫ്രണ്ടിലാണ് തേയിലത്തോട്ടവും. അങ്ങനെ തേയിലത്തോട്ടവും നോക്കി എന്നുള്ളൊരു ചായ കൂടി ഒരു രക്ഷയുമില്ല. അപ്പോൾ കൂടെയുള്ള സൽമാൻ ഇത് ഒരു മതിൽ ചാടി കയറി പോകുന്നുണ്ട്. അവൻ പറഞ്ഞു കിടിലൻ സ്പോട്ടാണ് ഇങ്ങ് കയറി വരായിരുന്നു. സംഭവം കൊള്ളാൻ കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോഴാ ആ വ്യൂ ഒന്ന് കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത വൈബ് തന്നെ. പിന്നെ ചായ കൂടി ആ കടയുടെ അവിടെ നിന്ന് മാറ്റി ഈ തേയിലത്തോട്ടത്തിന്റെ നടുക്ക് വന്ന് നിന്നായി. എന്തായാലും കുറെ നേരം അവിടെ സമയം ചെലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചതേ വണ്ടിയിലോട്ട് കയറാൻ ഓർത്ത് ചെന്നു. അങ്ങനെ തേയിലത്തോട്ടത്തിൽ നിന്ന് തിരിച്ചിറങ്ങി നേരെ താഴെ എത്തിയപ്പോഴത്തേക്കും അവന്മാരോടൊന്ന് വണ്ടി തിരിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു നമുക്കിനി നേരെ പരുന്തുംപാറ പോകാമെന്ന്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവന്മാർ വണ്ടി കൊണ്ട് നിർത്തി. വണ്ടിയിലേക്ക് കയറി. ഇനി ഇവിടുന്ന് നേരെ പരുന്തുംപാറയ്ക്ക്.